തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൊലപാതക പരമ്പരയുടെ കാരണം തേടി പോലീസ്. പ്രതി അഫാൻ ആർഭാട ജീവിതത്തിന് പണം ലഭിക്കാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യമെന്നാണ് സംശയം. അഫാൻ ആദ്യം മാതാവ് ഷെമിയെ ആക്രമിച്ചെന്നും മാതാവ് കൊല്ലപ്പെട്ടെന്ന ധാരണയിൽ മറ്റ് കൊലപാതകങ്ങൾ നടത്തിയെന്നും പോലീസ് പറയുന്നു. വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ നിന്നാണ് കൊലപാതകത്തിനായി പ്രതി ചുറ്റിക വാങ്ങിയത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്ക് അവസാനം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു പരസ്യം കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ വീട് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കാണുന്ന രീതിയിൽ അവിടെ വരുമ്പോഴൊക്കെ നല്ല സ്വഭാവമാണ്, വേറെ ദുശീലങ്ങളെന്നുള്ള കൂട്ടത്തിൽപ്പെട്ടതല്ല. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇതുമല്ല. ഇങ്ങനെ ഇവിടെയാണ് ഇത് സംഭവം നടന്നെന്ന് പറഞ്ഞത്. 23 വയസ്സുകാരനായ അഫാൻ സഹോദരനും പെൺസുഹൃത്തും ഉൾപ്പെടെ 5 പേരുടെ ജീവനെടുത്തത് വൈരാഗ്യം മൂലമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആർഭാട ജീവിതത്തിന് പണം നൽകാത്തത് വൈരാഗ്യത്തിന് കാരണമായി. കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇങ്ങനെ: ഇന്നലെ രാവിലെ അഫാൻ ആദ്യം ആക്രമിച്ചത് മാതാവ് ഷെമിയെ. സാമ്പത്തിക തർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം. മാതാവിന്റെ കഴുത്തിൽ ഷാൾ കുരുക്കിയ ശേഷം നിലത്തേക്ക് എറിഞ്ഞു. തലയിടിച്ച് ബോധരഹിതയായ മാതാവ് കൊല്ലപ്പെട്ടു എന്ന ധാരണയിൽ വീട്ടിലെ മുറിക്കുള്ളിലാക്കി പൂട്ടി. ശേഷം പ്രതി പോയത് പനങ്ങോട് പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലേക്ക്. ആഭരണം ചോദിച്ച് തർക്കമായതോടെ സൽമയെ ഭിത്തിയിൽ തലയിടിപ്പിച്ചു കൊന്നു. തുടർന്ന് അവിടെ നിന്ന് ആഭരണവുമായി അഫാൻ വെഞ്ഞാറമൂടെത്തി പണയം വെച്ചു. അവിടെ നിൽക്കുമ്പോഴാണ് പിതൃ സഹോദരൻ ലത്തീഫ് ഫോണിൽ വിളിക്കുന്നത്. ഇതോടെ വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഹാർഡ്വെയർ സ്റ്റോറിൽ നിന്ന് ചുറ്റിക വാങ്ങി. ഓർമ്മയിൽ വന്നാരും വാങ്ങിയിട്ടുമില്ല ഈ സാധനം. അങ്ങനെ എന്തോ എൻ്റെ ഓർമ്മയിലില്ല. വേറെ ആരും വന്ന് എൻ്റെ അടുത്തും ചോദിച്ചിട്ടുമില്ല. ഞാൻ അങ്ങനെ ഈ പയ്യൻ അങ്ങനെ കണ്ടിട്ടുമില്ല വലുതായിട്ടൊന്നും. പക്ഷേ ഇങ്ങനെ ഇവിടെയൊക്കെ റോഡിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നേരത്തെ അങ്ങനെ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നേരെ ചുള്ളാളത്തെ വീട്ടിലെത്തി ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊലപ്പെടുത്തി. ഇവിടെ മൽപ്പിടുത്തത്തിന്റെ ലക്ഷണങ്ങളുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പിന്നാലെ പെൺസുഹൃത്ത് ഫർഹാനയെ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തലക്കടിച്ച് കൊലപ്പെടുത്തി. അവസാനം കൊലപ്പെടുത്തിയത് സഹോദരൻ അഹ്സാനെ. കളിസ്ഥലത്തായിരുന്ന അഹ്സാനെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അഫാൻ ലഹരിക്ക് അടിമയായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. അതിന്റെ എവിഡൻസ് ഉണ്ട്, ലഹരി ഉപയോഗിക്കുന്നു. അതിന്റെ എവിഡൻസ് ഉണ്ട്. നമ്മൾ കൂടുതൽ സയന്റിഫിക് പരിശോധനയ്ക്ക് ശേഷം മാത്രം അത് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പറയാം. ഉണ്ട്, എല്ലാ എവിഡൻസും ഉണ്ട്. 3 പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നടന്ന സംഭവമായതിനാൽ ദക്ഷിണ മേഖല ഐജിയുടെ മേൽനോട്ടത്തിൽ 3 ഡിവൈഎസ്പിമാരാണ് അന്വേഷണം നടത്തുന്നത്. പിതൃ സഹോദരൻ ലത്തീഫിനെ അഫാൻ 20-ലധികം തവണ തലക്കടിച്ചുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. തന്റെ പ്രണയബന്ധത്തിൽ വിയോജിച്ചതിലടക്കം വൈരാഗ്യമുണ്ടായിരുന്നു അഫാന്. കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ ഇനിയും നിരവധി ദുരൂഹതകൾ പുറത്തുവരാനുണ്ട്. ക്യാമറാമാൻ അനന്തുബി നായർക്കൊപ്പം ഷെഫിദ് റൌത്തർ, 24 തിരുവനന്തപുരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടമായ 5 പേർക്കും കണ്ണീരോടെ വിട. കൊല്ലപ്പെട്ട ഫർസാനയുടെ മൃതദേഹം ചിറയിൻകീഴ് കാട്ടുമുറാക്കൻ ജുമാ മസ്ജിദിൽ ഖബറടക്കി. അഫ്ഗാന്റെ സഹോദരൻ അഫ്സാൻ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹം താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദ് മദ്രസ ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഒരു കുടുംബത്തിലെ തന്നെ 4 പേർ കൂടാതെ മറ്റൊരു പെൺകുട്ടി. അതിൽ ഫർസാനയുടെ സംസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, ഖബറടക്കം കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് 4 പേരുടെ ഖബറടക്കം എപ്പോഴാണ്? അനുജ, അങ്ങേയറ്റം വികാരനിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഈ താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിൽ ഇപ്പോഴുള്ളത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അക്ഷരത്തിൽ ഒരു കണ്ണീർ കടലായി മാറുകയാണ്. അല്പസമയത്തിനകം തന്നെ അവർക്ക് അവസാന യാത്രയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടമായവരുടെ ഖബറടക്ക ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അതിൽ ഫർസാനയുടെ മൃതദേഹം ഖബറടക്കിയിരിക്കുന്നു. മറ്റ് 4 പേരുടെ മൃതദേഹം ഇപ്പോൾ താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദ് മദ്രസ ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. നാട്ടുകാർക്കൊന്നും ഇപ്പോഴും ഒപ്പം തന്നെ മറ്റ് കുടുംബാംഗങ്ങൾക്കും ഈ വിയോഗം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 4 പേർക്കും ഒരുമിച്ച് വിട ചെല്ലാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ പ്രദേശവാസികൾ. സലിം, തുടരൂ. ഫർസാനയുടെ മൃതദേഹം അല്പസമയം മുൻപാണ് ചിറയിൻകീഴ് കാട്ടുമുറാക്കൻ ജുമാ മസ്ജിദിൽ ഖബറടക്കിയത്. അഫാന്റെ സഹോദരൻ അഫ്സാൻ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹം. അതിൽ മുത്തശ്ശിയുണ്ട്, കൂടാതെ സഹോദരനുണ്ട്, സഹോദരൻ്റെ ഭാര്യയുണ്ട്. അങ്ങനെ 4 പേരുടെ മൃതദേഹം അതിപ്പോൾ പൊതുദർശനത്തിന് വച്ചിരിക്കുന്നു.
ജുമാ മസ്ജിദ് മദ്രസ ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഒരു മൃതദേഹമാണ് ഖബറടക്കിയത്. ആ കുടുംബത്തിന് അതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത്. പക്ഷെ പിന്നീട് കേൾക്കുന്ന വാർത്ത അവിശ്വസനീയമായ വാർത്തയാണ്. ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായ ഒരു വാർത്തയാണ് പിന്നീട് അവർക്ക് കേൾക്കേണ്ടി വന്നത്. എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്നുള്ളതിലേക്ക് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമുക്ക് ഉടൻ തന്നെ ലഭിക്കുമെന്ന് കരുതാം. അഫാനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീജിത്ത് 24-നോട് സംസാരിച്ചു. ബൈക്ക് കേടായതിനെ തുടർന്നാണ് അഫാൻ ഓട്ടോറിക്ഷ വിളിച്ചത്. ഓട്ടോയിലിരിക്കുമ്പോൾ അഫാൻ ഫോണിൽ കുത്തുകയായിരുന്നു. പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിക്കാനാണ് ആവശ്യപ്പെട്ടത്. അവിടെ ഇറക്കിയതിനു ശേഷം പോലീസ് വിളിച്ച് അഫാന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചെന്ന് ശ്രീജിത്ത് പറഞ്ഞു. ചേട്ടാ ഒരു ഓട്ടം പോകണം, അങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു, വീട്ടിൻ്റെ അങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു. ഞാൻ ചെന്നപ്പോൾ പുള്ളി അവിടെ താഴെ നമ്മളെ വഴിയുണ്ടല്ലോ, ആ വഴി ബൈക്കിരുന്ന് അവിടെയാണ് നിന്നത്. അവിടെ നിന്ന് വണ്ടി കയറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വണ്ടി എന്താ എടുക്കാത്തെന്ന് വെച്ചാൽ പ്ലഗ് കംപ്ലൈൻറ്റ്, വണ്ടി സ്റ്റാർട്ട് ആവണില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് കയറ്റി അങ്ങോട്ട് മട തൂക്കി ചെന്നപ്പോൾ ഞാൻ ചോദിച്ച് വണ്ടി പുതിയ വണ്ടിയല്ലേ, വാറൻറ്റി ഉള്ളതല്ലേ, അപ്പോൾ നീ ലോക്കൽ വർക്ക്ഷോപ്പിൽ കാണിച്ച് നിനക്ക് വണ്ടിക്ക് വാറൻറ്റി ഒന്നും കിട്ടും, അത് കുഴപ്പമില്ല ഏട്ടാ, എനിക്ക് അത്യാവശ്യമാണ്, ഒന്ന് റെഡിയാക്കിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചന്തേര അവിടെയാണ് വർക്ക്ഷോപ്പ്. അവിടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞ് എന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് എൻട്രിച്ച് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, ബാർബർ ഷോപ്പാണ്, അപ്പോൾ പൊളിച്ചിട്ടേക്കണം, അപ്പോൾ അങ്ങോട്ട് തന്നെ ഒന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല അങ്ങോട്ട് ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ആക്കി വണ്ടിക്കൂലി മാറ്റിക്കൊണ്ട് തിരിച്ച് ഞാൻ ഇനി പേരോല വന്നപ്പോഴാണ് എന്നെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഈ പുള്ളി വിളിച്ച നമ്പറിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു സാറ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ചോദിച്ചു ഈ പുള്ളി അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അറിയാം, അഫാൻ എന്നാണ് പേര്, പേരല്ലുള്ളൂ. ഇനി താര നമ്പറാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ അവൻ്റെ ഉമ്മാരെ നമ്പറാണ്, പുള്ളിയിലിരുന്ന ഉമ്മാരെ നമ്പറാണ്, നമ്മൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവർ വിളിക്കണോണ്ട് നമ്മൾ സേവ് ചെയ്തിട്ടേ ഉമ്മാരെ നമ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇവന് വല്ല മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം? ഞാൻ ഇല്ല കുഴപ്പമൊന്നുമില്ല, മദ്യപിക്കും, ഞാൻ ഇല്ല ലഹരിയാണുണ്ട്, അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഈ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ പറഞ്ഞത് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമെന്ന് പറയാനുള്ള മടി കൊണ്ടായിരുന്നു. എന്തിനാണ് ഈ വർക്ക്ഷോപ്പിന്റെ കാര്യം പറഞ്ഞത്? മറ്റൊന്ന്, ഇതിൽ പോലീസ് വിളിച്ച് അന്വേഷിച്ചത് ഇത്രയധികം കൊലപാതകം താൻ ചെയ്തുവെന്ന് നേരിട്ടയാൾ ഒരു കൂസലുമില്ലാതെ പോലീസിനോട് പറഞ്ഞപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി പോലീസ് വിളിച്ചതാണോ ഓട്ടോ ഡ്രൈവറെ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കൃത്യത്തിന് ശേഷം അഫാൻ പേരുമലയിലെ വീട്ടിൽ നിന്നും ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. മാത്രവുമല്ല അങ്ങനെ ഈ അഫാൻ ഇത് ചെയ്യാൻ തന്നെ കാരണം നാട്ടുകാർ താൻ പോലീസ് സ്റ്റേഷനിൽ എത്തും വരെ ഈ വിഷയത്തെക്കുറിച്ച്, ഈ കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് അറിയരുതെന്നുള്ള വാശി അഫാനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മാത്രമല്ല, ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ബൈക്ക് കേടായതിനെ തുടർന്നാണ് അഫാൻ ഓട്ടോ വിളിച്ചത് എന്നുള്ളതാണ്. എന്നാൽ അതിനെ അങ്ങനെയും കാണാൻ കഴിയില്ല. അല്പസമയം മുൻപ് ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം എത്തി ഈ ബൈക്ക് പരിശോധിച്ചപ്പോൾ ബൈക്കിന് മറ്റു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടത് പക്ഷേ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പരിചയമുള്ള ആളാണ്, അതായത് അഫാനുമായി മുൻപ് പരിചയമുള്ള ആളാണ്. അപ്പോൾ അയാൾ മറ്റെന്തെങ്കിലും കാര്യമോ എന്ന് ചോദിക്കുമോ എന്നുള്ള ഭയം ഒരു പക്ഷേ അഫാൻ ഉണ്ടായിരുന്നിരിക്കാം. അവിടെ ഇറക്കിയതിനു ശേഷം പോലീസ് വിളിച്ച് അഫാന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചെന്നും ഓട്ടോറിക്ഷ ഡ്രൈവറായ ശ്രീജിത്ത് പറയുന്നുണ്ട്. ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ വലിയ വാർത്താ പ്രാധാന്യമായി മാറുന്നത് ഈ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന സമയത്ത് അഫാൻ ഒരു വല്ലാത്ത രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയായിരുന്നു, മൊബൈൽ ഫോണിൽ കുത്തിക്കളിക്കുകയായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീജിത്ത് പറയുന്നുണ്ട്. കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ മദ്യത്തിന്റെ മണം അത് ഉണ്ടായിരുന്നു, അത് പക്ഷെ അദ്ദേഹം ഉറപ്പിക്കുന്നില്ലെങ്കിലും മദ്യത്തിന്റെ മണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓട്ടോറിക്ഷ ഡ്രൈവർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ മൊഴി തന്നെ ഇയാൾ പോലീസിനും നൽകിയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ നിർണായകമായ സാക്ഷിമൊഴിയാണ്. നേരത്തെ ഇന്ന് രാവിലെ നമ്മൾ പ്രതികരണം ഉറപ്പിച്ച ഈ കടയുടമയായിട്ടുള്ള സിന്ധു, അതേപോലെ തന്നെ മറ്റൊരാൾ, ഇപ്പോൾ മൂന്നാമത് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ശ്രീജിത്ത്. ഈ കേസിന്റെ അന്വേഷണത്തിൽ പോലീസിനെ സംബന്ധിച്ച് നിർണായകമായി മാറുന്ന 3 പേർ ഇവരാണ്. ഇതിൽ ശ്രീജിത്തിന്റെ പ്രതികരണമാണ് അല്പസമയം മുൻപ് നമ്മൾ കേട്ടത്. മാത്രവുമല്ല, ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട അഫാന്റെ സഹോദരനുണ്ട്, കൊല്ലപ്പെട്ട അഫ്സാനെ ഈ മന്തിക്കടയിലേക്ക്, ഒരു ഭക്ഷണശാലയിലേക്ക് ഈ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി. അതും ഇന്ന് രാവിലെ കടയുടമയായിട്ടുള്ള സിന്ധു പോലീസിന് നൽകിയ വിവരമാണ്. അപ്പോൾ അതും ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അനുജ, അതാണ് അഫാനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ 24-നോട് സംസാരിച്ചു. അതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കാര്യം, മദ്യത്തിന്റെ മണമുണ്ടായിരുന്നു അഫാന് എന്നത് ശ്രീജിത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടി കേൾക്കാം. ഉയർത്തിട്ടുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, വീഡിയോ ഗെയിമോ അങ്ങനെ അതൊന്നും അറിയാൻ മതി. ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, സാധാ കുത്തണമെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു മദ്യത്തിന്റെ സ്മെല്ല് ചെറുതായിട്ടെങ്കിലും. എന്നെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഈ പുള്ളി വിളിച്ച നമ്പറിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു സാറ് വിളിക്കുന്നത്. ഇവന് വല്ല മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം? ഞാൻ ഇല്ല കുഴപ്പമൊന്നുമില്ല, മദ്യപിക്കും, ഞാൻ ഇല്ല ലഹരിയാണുണ്ട്, അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇവൻ ഇവിടെ നിന്ന് പിച്ചിമ്മയൊക്കെ പറഞ്ഞ് ഉമ്മാക്ക് വിഷം കൊടുത്ത്, സൗറിന് വിഷം കൊടുത്ത് അവൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞാൽ അവൻ ചുമ്മാ പറയണായിരിക്കും വരാൻ, ഞാൻ ഫോൺ കൊണ്ടൊന്ന് കൊടുക്കാം, അവൻ്റെ ഉമ്മാരെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. 3:15 സമയത്ത് ഇവൻ്റെ അനിയനും കൂടെ ഇവിടെ വന്നായിരുന്നു. ഓട്ടോ സ്റ്റാൻഡിൽ വന്നായിരുന്നു. പിഞ്ഞാറമൂട് സിന്ധിക്കേറ്റിന് നേരെയുള്ള സഹർമന്തി ഉണ്ടല്ലോ, സഹർമന്തി അവിടെ ആക്കി കൊടുത്തു. അവിടെ നിന്ന് വണ്ടിക്കൂലി മതി. തിരിച്ചെന്ന വണ്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ആക്കി കൊടുത്തതേ ഉള്ളൂ. പുള്ളി അവിടെ ആക്കി. അഫാനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഓട്ടോ ഡ്രൈവർ ശ്രീജിത്താണ് 24-നോട് സംസാരിച്ചത്. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. ഇനി സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് മേൽക്കൈ. 30-ൽ 17 LDF സ്ഥാനാർത്ഥികൾ ജയിച്ചത്. 12 വാർഡുകളിൽ UDF ജയിച്ചു. തിരുവനന്തപുരത്തെ പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡ് കോൺഗ്രസിൽ നിന്ന് SDPI പിടിച്ചെടുത്തു. തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടന്നിരിക്കെ തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ മുന്നണികൾ ഏറെ ആകാംക്ഷയോടെയാണ് കണ്ടത്. ഫലം പുറത്തു വരുമ്പോൾ LDF-ന്റെ മേധാവിത്വമാണ് ദൃശ്യമാകുന്നത്. 30 വാർഡുകളിൽ 17 ജയിച്ചാണ് LDF നില ഭദ്രമാക്കിയത്. ചിലയിടങ്ങളിൽ LDF സീറ്റുകൾ പിടിച്ചെടുക്കാനായെങ്കിലും UDF-ന് 12 ജയിക്കാനായുള്ളൂ. ഒരിടത്ത് SDPI വിജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ 30 വാർഡുകളിൽ LDF 20, UDF 10 എന്നതായിരുന്നു കക്ഷിനില. ഫലം വന്നപ്പോൾ 17 സീറ്റിലേക്ക് ചുരുങ്ങിയ LDF-ന് 3 സീറ്റ് കുറഞ്ഞു. 2 സീറ്റ് അധികമായി നേടാനായതിനാൽ ഫലം UDF-ന് അത്ര മോശമല്ല. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിൽ സിറ്റിംഗ് സീറ്റ് SDPI പിടിച്ചെടുത്തത് കോൺഗ്രസിന് ഞെട്ടലായി. 226 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് SDPI വിജയിച്ചത്. 12 സീറ്റിലാണ് UDF ജയിച്ചത്. അതിൽ വളരെ അപകടകരമായ ഒരു സ്ഥിതി, ഒരു സീറ്റിൽ SDPI ജയിച്ചിട്ടുണ്ട്. SDPI ജയിച്ചത് UDF-ന്റെ പിന്തുണയോടുകൂടിയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു തെറ്റായ പ്രവണത ചൂണ്ടിക്കാണിക്കാനുള്ളത്. തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീവരാഹം വാർഡ് LDF നിലനിർത്തി. CPI-യിലെ V ഹരികുമാർ 12 വോട്ടിനാണ് വിജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കരുളായി പഞ്ചായത്തിലെ ചക്കിട്ടമലയിൽ UDF വിജയിച്ചു. നേരത്തെ 100-പരം വോട്ടുകൾക്ക് ജയിച്ചിരുന്ന ഇവിടെ 397 വോട്ടിനാണ് UDF വിജയിച്ചത്. പൂവച്ചൽ പഞ്ചായത്തിലെ പുളിങ്കോട് വാർഡ് UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്തു. ഇടുക്കി വാത്തുകുടി പഞ്ചായത്ത് ദൈവമേട് വാർഡ് LDF പിടിച്ചെടുത്തു. 10-ൽ താഴെ വോട്ടുകൾക്കാണ് കോൺഗ്രസിന് ഇവിടെ സീറ്റ് നഷ്ടമായത്. കരിങ്കുളം പഞ്ചായത്തിലെ കൊച്ചുപള്ളി വാർഡ് UDF LDF-ൽ നിന്ന് പിടിച്ചെടുത്തു. കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലെ കുഞ്ഞല്ലൂർ വാർഡ് LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്തു. എറണാകുളത്തെ അശമനൂർ പഞ്ചായത്തിലും UDF അട്ടിമറി വിജയം നേടി. 30 തദ്ദേശഭരണ വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നതെങ്കിലും 28 വാർഡുകൾ മാത്രമാണ് വോട്ടെടുപ്പുണ്ടായത്. 2 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ, ചീമേനി, മടിക്കൈ പഞ്ചായത്തുകളിലെ വാർഡുകളാണ് ഇടത് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 24 തിരുവനന്തപുരം. മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ LDF-ന് ഭരണം നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ LDF അംഗം നുസൈബ സുധീർ പിന്തുണച്ചതോടെയാണ് ഭരണമാറ്റം. PV അൻവറിന്റെ ഇടപെടലും നിർണായകമായി. പഞ്ചായത്തിന് മുന്നിൽ LDF UDF അംഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. രാവിലെ മുതൽ ചുങ്കത്തറ പഞ്ചായത്തിന് മുൻപിൽ നാടകീയ രംഗങ്ങൾ. 10-10 ചുങ്കത്തറ പഞ്ചായത്തിലെ കക്ഷിനില. രാവിലെ 7 മണിക്ക് തന്നെ UDF അംഗങ്ങളും കൂറുമാറുന്ന LDF അംഗം നുസൈബ സുധീറും പഞ്ചായത്ത് ഓഫീസിലെത്തി. നുസൈബയുടെ ഭർത്താവ് സുധീർ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാനാണ്. അൻവറിന്റെ ഇടപെടലാണ് അവിശ്വാസ പ്രമേയത്തിന് പിന്നിലെന്ന് നേരത്തെ CPIM ആരോപിച്ചിരുന്നു. 10:30 LDF അംഗങ്ങളും പ്രവർത്തകരുമെത്തി. പഞ്ചായത്തിന് മുന്നിൽ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ട പോലീസുമായുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് വഴിമാറി. LDF UDF പ്രവർത്തകർ തമ്മിൽ കൂട്ടയടി. കടയിലിരുന്ന PV അൻവറിന്റെ അടുത്തേക്ക് ഒരാൾ പാഞ്ഞെടുത്തു. UDF പ്രവർത്തകർ അൻവർ ഇരുന്ന കടയുടെ ഷട്ടറിട്ടു. UDF പ്രവർത്തകരുടെ സംരക്ഷണയിൽ പുറത്തിറങ്ങിയ അൻവറിനെ തോളിലേറ്റിയാണ് പ്രവർത്തകർ കൊണ്ടുവന്നത്. 1 മണിയോടെ അവിശ്വാസ പ്രമേയം പാസ്സായതായി അറിയിപ്പ്. UDF ക്യാമ്പിൽ ആഘോഷം. ഈ കണ്ട സഹോദരിമാരുടെ മേലിലും ഈ പറയുന്ന മെമ്പർമാരുടെ മേലിലും ഈ തളിച്ചിട്ടുള്ള ചാണകം, ഈ ചാണകം കൊണ്ട് ആരാ കളിച്ചിരുന്നത് വരെ? ഇന്ത്യൻ രാഷ്ട്രീയം കീഴടക്കിയ BJP ചാണകവും മൂത്രവും, പശുവിൻ ചാണകവും പശുവിൻ മൂത്രവും വെച്ചിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയം കീഴടക്കിയത്. അതേ RSSന്റെയും BJPയുടെയും ഒപ്പത്തിനൊപ്പം നടക്കുകയാണ് ഈ പറയുന്ന പിണറായിയും CPM-ഉം. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ LDF അംഗങ്ങൾ ചാണകവെള്ളം തെളിച്ചെന്ന് UDF ആരോപിച്ചു. നിലമ്പൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രശ്നം കേരള രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമെന്ന് കണക്കാക്കാൻ കഴിയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണനഷ്ടം CPM-ന് തിരിച്ചടിയാണ്. മണ്ഡലത്തിൽ പാർട്ടി പ്രധാന ശത്രുവായി കാണുന്ന PV അൻവറിന് രാഷ്ട്രീയ നേട്ടവും. 24 മലപ്പുറം. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി.
എല്ലാ ആശമാരും അടിയന്തരമായി തിരികെ പ്രവേശിക്കണമെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ ഉത്തരവിറക്കി. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്നിൽ BJPയും അരാജക ശക്തികളുമാണെന്ന് ആരോപിച്ച് CPIM നേതാക്കൾ രംഗത്തെത്തി. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണയേറുന്നതിനിടെ നിലപാട് കടുപ്പിക്കുകയാണ് സർക്കാർ. ജോലിക്കെത്താത്ത ആശമാരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കാനാണ് നീക്കം. എല്ലാ ആശമാരും അടിയന്തരമായി തിരികെ പ്രവേശിച്ച് ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കണമെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ ഉത്തരവിട്ടു. തിരികെ ജോലിയിൽ പ്രവേശിക്കാത്ത സ്ഥലങ്ങളിൽ പകരം സംവിധാനം ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. പകരം ചുമതലയെടുക്കുന്നവർക്ക് ഇൻസെന്റീവ് നൽകും. അതേസമയം സമരത്തെ തള്ളി ഇന്നും CPIM നേതാക്കൾ രംഗത്തെത്തി. നല്ലപോലെ അരാഷ്ട്രീയ അരാജകത്വ വിഭാഗം അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഏത് സമരത്തെയും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ തെറ്റായ വഴിയിലേക്ക് അതിനെ നീക്കി ഈ ആശാ വർക്കർമാരെ ഇവിടെ തെരുവിൽ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള ആശ കേന്ദ്ര സർക്കാർ ഒരു 10 രൂപ വർദ്ധിപ്പിക്കാത്ത സന്ദർഭത്തിൽ എന്തുകൊണ്ട് രാജ്ഭവൻ്റെ മുൻപിലേക്ക് അവരുടെ സമരം പോകുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുന്നിലേക്ക് അവരുടെ സമരം പോകുന്നില്ല? എന്തിനാണ് 6000 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച ഇടതുപക്ഷ സർക്കാരിനെതിരെ അവർ സമരം ചെയ്യുന്നത്? ഇതിന് യുക്തി മനസ്സിലാവുന്നില്ല. മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന് പിന്തുണയുമായി തൃശൂരിൽ ആശാ വർക്കേഴ്സ് പിച്ചയെടുത്ത് സമരം നടത്തി. ആശാവർക്കർമാരുടെ ഒരു സമരത്തിന്റെ ഭാഗമായി 24 തിരുവനന്തപുരം. കണ്ണൂരിൽ റോഡ് തടസ്സപ്പെടുത്തി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചതിൽ CPIM നേതാക്കൾക്കെതിരെ കേസ്. ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് ഒന്നാം പ്രതി. സമരം പൗരാവകാശ ലംഘനമാണെന്ന് ചിലർ തെറ്റായി വ്യാഖ്യാനിക്കുന്നതായി MV ജയരാജൻ ന്യായീകരിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരായ സംസ്ഥാന വ്യാപക CPIM സമരത്തിന്റെ ഭാഗമായായിരുന്നു കണ്ണൂരിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം. സമരത്തിന്റെ ഭാഗമായി കസേരകൾ നിരത്തിയത് നടുറോട്ടിൽ. ഗതാഗതം വഴിതിരിച്ചുവിട്ടു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചായിരുന്നു റോഡ് തടസ്സപ്പെടുത്തിയുള്ള സമരം. യാത്രാമാർഗങ്ങൾ വേറെയുണ്ടെന്നും ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെ ഇല്ലെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ഒരിക്കൽ കൂടി ജയിലിൽ പോകാൻ തയ്യാറെന്നും മുൻ കോടതി ലക്ഷ്യക്കേസ് സൂചിപ്പിച്ച് പ്രതികരണം. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ്. പണ്ട് ഇതേ സ്ഥലത്ത് ഞാൻ 25 ആളോട് പ്രസംഗിച്ചതാണ്. ആ ചാനലുകാരൻ വലിയ വാർത്തയാക്കി എന്നെ ജയിലിലയച്ചു. ആ ചാനലുകാരോട് പറഞ്ഞേക്കാം, ഒരിക്കൽ കൂടി ഈ ചൂടുകാലത്ത് ജയിലിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ വാർത്ത വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട. സമരത്തിൽ MV ജയരാജനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. 11 നേതാക്കളടക്കം 10,000 പേർക്കെതിരെയാണ് FIR. 24 കണ്ണൂർ. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിപ്പട്ടികയിൽ നിന്ന് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഒഴിവാക്കുമെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ സ്പിയാർഡ് ചെയർപേഴ്സൺ ഷീബ സുരേഷിനെയും ഭർത്താവ് സുരേഷിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഉറപ്പിച്ച് തോമസ് കെ തോമസ്. 14 ജില്ലാ പ്രസിഡന്റുമാരുടെയും പിന്തുണ തോമസ് കെ തോമസിനാണ്. പിന്തുണ കത്ത് ദേശീയ ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര അവധിന് കൈമാറി. കേരള ഘടകത്തിന്റെ വികാരം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് ജിതേന്ദ്ര അവധ് പറഞ്ഞു. 2 ദിവസത്തിനകം പ്രഖ്യാപനം ഉണ്ടാകും. തിരികെ വാർത്താസന്ധ്യയിലേക്ക് ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് വത്തിക്കാൻ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ വാദം പൂർത്തിയായി. ചെന്താമരയുടെ റിമാൻഡ് കാലാവധി നീട്ടി. വിദ്വേഷ പരാമർശ കേസിൽ റിമാൻഡിൽ കഴിയുന്ന BJP നേതാവ് PC ജോർജ് ജാമ്യ ഹർജി നൽകി. ഈരാറ്റുപേട്ട മാജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയത്.
മലപ്പുറം വളാഞ്ചേരി മജ്ലിസ് കോളേജിൽ കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിനിടെ SFI UDSF തർക്കം. 2 പോലീസുകാർക്കും 8 വിദ്യാർത്ഥികൾക്കും പരുക്ക്. പാലക്കാട് വടക്കഞ്ചേരിയിൽ ഗൃഹനാഥനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. പിടിയിലായത് കൊഴിഞ്ഞാമ്പാറ സ്വദേശികൾ. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിൽ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.